ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നെക്സ്റ്റ് മൺഡേക്ക് ലെവൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ ലെവൽസും നമുക്കാണ് ചെക്ക് ചെയ്യണമല്ല. ഇത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നല്ലൊരു മാർക്കറ്റിൽ ഇപ്പോഴും സെല്ലേഴ്സാണ് ആക്റ്റീവായി കാണിക്കുന്നത്. നമുക്ക് ഡേ ഫ്രെയിമിലോട്ട് മാറ്റി വെക്കാം. ഡേ ഫ്രെയിമിൽ മാർക്കറ്റിന് നിയറസ്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് ലിക്വിഡിറ്റി ഹണ്ട് എന്നുള്ള ഓപ്ഷൻ 23,400 അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് മാർക്കറ്റിൽ ഡേ ഫ്രെയിമിൽ. അതുപോലെ തന്നെ നമുക്ക് ഇത് ഡേ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സിനൊന്നും അത്ര യൂസ്ഫുൾ ആവണമെന്നില്ല. സോ നമുക്കതുകൊണ്ട് 4 ഹവറിലും 1 ഹവറിലും ജസ്റ്റ് ലെവൽസ് നോക്കുന്നത്. 4 ഹവറിൽ 23,400 എന്ന് പറയുന്നത് നിയറസ്റ്റ് രണ്ട് വട്ടം നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ലെവൽസും അതുപോലെ തന്നെ ഈ ലെവലും. സോ മാർക്കറ്റ് അതുകൊണ്ട് ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൂടിയാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലെവൽ കണ്ടറിയാം. മാർക്കറ്റിലെ പാറ്റേൺസ് വൈസ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ പിക്ചർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. മാർക്കറ്റ് ഇങ്ങനെ സ്ട്രക്ചർ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ബിഹേവിയർ താഴേക്കുള്ള പോസിബിലിറ്റിയാണ്. പക്ഷേ ആരും നേക്കഡായിട്ടൊരു ബൈയോസ് ചെയ്യാൻ പാടില്ല. അടുത്തൊരു മാർക്കറ്റ് ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, സപ്പോർട്ടാണോ അതോ ഈ ബ്രേക്ക് ലെവൽ താഴെ പോവുകയാണെങ്കിൽ പോലും നല്ല റിവേഴ്സൽ ക്യാൻഡിൽസ് അല്ലെങ്കിൽ നല്ല റിവേഴ്സൽ ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. അങ്ങനെ ഏതെങ്കിലും കൺഫർമേഷൻ ശേഷം ഡൗൺ സൈഡ് എൻട്രി നോക്കുന്നത് ബെറ്റർ ആയിരിക്കും.